ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേനുള്ള ഫലമാണ് പറയുന്നത്. അത് വിശാഖം നക്ഷത്രക്കാരുടെ ഫലമാണ്. വിശാഖം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് നിൽക്കുന്നത്. അതായത് 1, 2, 3 പാദങ്ങൾ തുലാം രാശി. അവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ഈ കൊല്ലവർഷം 1200. 4-ാം പാദത്തിൽപ്പെട്ട വൃശ്ചികക്കൂറുകാർക്ക് ഉത്തമവുമാണ്. എന്നിരുന്നാലും വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം നക്ഷത്രക്കാർക്കും ഒരു വർഷത്തേന് കണ്ടകശനി അനുഭവിക്കുന്നുണ്ട്. 1, 2, 3 പാദക്കാർക്ക് ആ കണ്ടകശനി ദോഷം ഇല്ല. ശനി അനുകൂലമാണ്, രാഹുവുമൊക്കെ. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി ഒരു വർഷത്തെ കണക്ക് കൂട്ടി നോക്കിയതിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളെ വിചിന്തനം ചെയ്യുന്നതിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉള്ള ഒരു കാലം. സൗഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപന്റെ ആ സ്ഥിതി വളരെ നല്ലതാണ്. 9-ാം ഭാവത്തിൻ്റെ ആയാലും 5-ാം ഭാവത്തിൻ്റെ അധിപന്റെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോഴും വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ വന്നിച്ചേരും. കീർത്തിയും പദവിയും യശസ്സും വന്നിച്ചേരും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും പുരോഗതിയുടെയും അഭിവൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലമാണ്. ദീർഘനാളുകളായിട്ട് മക്കളൊക്കെ വിദേശത്തുള്ള മാതാപിതാക്കൾക്ക് മക്കളോടൊത്ത് കുടുംബത്തെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു അനുഭവങ്ങൾ കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നിരിക്കും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും നല്ലതാണ്. എന്നിരുന്നാലും പഠനത്തിലൊക്കെ അലസത കൂടാതെ അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതും ആണ്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരുമൊക്കെ സഹായത്തിനും ഉണ്ടാവും. പാരമ്പര്യമായിട്ട് ഒരു സ്വത്ത് ലഭിക്കുന്നതിനോ സ്വന്തമായിട്ട് കടം വാങ്ങിയായാലും ഒരു ഭൂമി വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ ഈ വിശാഖം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. പ്രത്യേകിച്ച് വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു വാഹനമൊക്കെ യോഗമുള്ള ഒരു നക്ഷത്രം തന്നെയാണ്. അത് അവസരം പോലെ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൽക്കാരങ്ങളിൽ പങ്കാളികളാകുകയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഗോചരാൽ യോഗമുള്ള ഒരു വർഷമാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ജാതകം കൂടി നോക്കുന്നത് വളരെ നല്ലതാണ്. പലതരത്തിലും വിവാഹ തടസ്സങ്ങളിൽ പെട്ടുകിടക്കുന്ന യുവാക്കളോ മധ്യവയസ്കർ അത് ഒരു പുനർവിവാഹ ആലോചനയായാലും കൊള്ളാവുന്ന ഒരു ആലോചന വന്ന് നടക്കുവാൻ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷവും കൂടിയാണ് കൊല്ലവർഷം 1200 ആണ്ട്. തൊഴിൽ രംഗത്ത് പുരോഗതി വന്നു ചേരും. ഓരോ തൊഴിലുകളും എല്ലാം പറയുന്നത് സാധിക്കുകയില്ല എങ്കിലും പൊതുവെ കർഷകരാണല്ലോ നമ്മുടെ നാട്ടിലെ പ്രധാന തൊഴിൽ ആയിട്ട് ചെയ്യുന്നവർ. കൃഷിക്കാർക്ക് നല്ല വിളവ് ലഭിക്കുകയും വിളവിന് ഒത്ത നല്ല രീതിയിലുള്ള വില ലഭിക്കുന്നതിനും യോഗമുണ്ട്. കൃഷി നാശമൊന്നും അപ്രതീക്ഷിതമായിട്ട് സൂചകമല്ല. കാലാവസ്ഥ ഒരു പരിധിവരെ കൃഷിക്കാർക്ക് അനുകൂലമായിരിക്കും.
നെൽകൃഷിയായാലും റബ്ബർ കൃഷിയായാലും ഏലം കൃഷിയായാലും ഗ്രാമ്പൂ, അങ്ങനെ ഓരോ തരം കൃഷികളുണ്ട്. കൃഷികൾ ചെയ്യുന്നവർക്ക് അത് വിജയപ്രദമാണ്. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ സ്വന്തം നാട് വിട്ടും വിദേശത്തായാലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കും നല്ല പുരോഗതികൾ വന്നിച്ച് സാങ്കേതിക വിദ്യാ രംഗത്ത് പഠിച്ചു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് ഉത്തമമായ മാർഗത്തിൽ ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് ഈ വർഷം അനുകൂലമാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവർക്കും നല്ല ജോലികൾ ലഭിക്കുന്നതിനുമൊക്കെ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം യോഗമുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കറിങ് കാര്യങ്ങളോ മറ്റ് ഊഹാപോഹ കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും സാമ്പത്തികം ഇറക്കിയാൽ വിജയിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ട്രാവലിംഗ് ഏജൻസി നടത്തുന്നവരോ മറ്റ് വാഹനങ്ങളുടെ റിപ്പയറിംഗ് പണികൾ ചെയ്യുന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരോ, ഗവൺമെൻറ് ജോലിയായാലും പ്രൈവറ്റ് ജോലിയായാലും സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പൊക്കെ ഉള്ളവർക്ക് ആയാലും പുരോഗതിയുടെ കാലം വന്നു ചെയ്യും. അതുപോലെ കലാകാരന്മാരായിരിക്കുന്നവർ വിശാഖം നക്ഷത്രക്കാർക്ക് കലയുടെ കാരകനായ ശുക്രൻ്റെയും കലയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് പ്രത്യേകിച്ച് ജാതകം കൂടി നോക്കുന്നത് നല്ലതാണ്. ജാതകാലം കൂടി അനുകൂലമായാൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിനോ സീരിയലിൽ അഭിനയിക്കുന്നതിനോ അതല്ല ഒരു പരസ്യ ചിത്രത്തിലായാലും ഒന്ന് മുഖം കാണിച്ച് പ്രസിദ്ധിയാകുവാൻ, അതിൻ്റെ പ്രതിഫലം പറ്റുവാൻ ഒക്കെ യോഗമുള്ള ഒരു വർഷമാണ് ഈ വിശാഖം നക്ഷത്രക്കാർക്ക് കലയുമായി ബന്ധപ്പെട്ട്. അതുപോലെ മൃഗസംരക്ഷണ വിഭാഗമായാലും സർക്കാർ ജോലിയായാലും, സർക്കാർ ജോലി എല്ലാവർക്കും സർക്കാർ ജോലി അല്ലല്ലോ. പ്രൈവറ്റ് മേഖലകളിൽ അധ്യാപകരായിരിക്കുന്നവർ, മറ്റ് ഓഫീസ് ജോലികളൊക്കെ ചെയ്യുന്ന അക്കൗണ്ടിങ് ജോലികളൊക്കെ ചെയ്യുന്നവർ, കൂടാതെ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ പൊതുവെ നല്ല ഐശ്വര്യപൂർണമായ കാര്യം. ബന്ധുക്കളെയൊക്കെ ദീർഘനാളുകളായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും, അതുപോലെ തന്നെ പഴയ കാല നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും സുഹൃത്തുക്കളുടെ സഹായങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്നതിനും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ടും സാധിക്കുന്നു. ഒരു ലോട്ടറി എടുത്താൽ ഒരു ലോട്ടറി ഭാഗ്യം പോലും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയം. അതുപോലെ കുറിച്ചിട്ടികൾ അടിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് ലോണുകളൊക്കെ ശരിയായി വന്നു, അത് പേപ്പറൊക്കെ ശരിയായി ലോൺ കിട്ടുന്നതിനും പുതിയ പുതിയ തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും അതിനുവേണ്ടി മനസ്സോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും വീട്ടമ്മമാരായിരിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. ചുമ്മാതിരിക്കുന്ന വീട്ടമ്മമാരായാലും ഒരു പുതിയ തൊഴിൽ സംരംഭം അവരുടെ കഴിവിനനുസരിച്ച് ഗൗരവത്തോടുകൂടി പ്രവർത്തിച്ചാൽ വലിയ വലിയ വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷമാണ് ഈ കൊല്ലവർഷം 1200 ആണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.